നമസ്കാരം, ഇലക്ട്രോ പോയിന്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ മുമ്പത്തെ വീഡിയോകളൊക്കെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ കൊണ്ടാണ് ഈ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ വ്യൂവർഷിപ്പ് നമുക്ക് കൂടിയാൽ മാത്രം പോരാ, സബ്സ്ക്രിപ്ഷനും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നമ്മളെല്ലാ വീഡിയോയിലും പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് അറിയാം, എങ്കിൽ പോലും നമ്മൾ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം വന്നിരിക്കുന്നത് ഒരു റിവ്യൂ വീഡിയോ ആയിട്ടാണ്. റിവ്യൂ മാത്രമല്ല, ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് കാര്യങ്ങൾ പറയാം എന്നുള്ളത്. അപ്പോൾ എന്താണ് എങ്ങനെയാണെന്നുള്ളതെല്ലാം നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സാധാരണഗതിയിൽ നമ്മളൊരു 5.1 ആംപ്ലിഫയർ ചെയ്യുമ്പോൾ, 5.1 എന്നല്ല, ഏത് ടൈപ്പ് ആംപ്ലിഫയർ ചെയ്യുമ്പോഴും നമുക്ക് ഇൻപുട്ട് സോഴ്സ് സെലക്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ സാധാരണ ചെയ്യുന്നത് ഒരു എന്താ പറയുക, ഒരു 6 പിൻ അല്ലെങ്കിൽ ഒരു 18 പിൻ സ്വിച്ച് യൂസ് ചെയ്ത് അത് നമ്മൾ എക്സ്ട്രാ വയറുകളിട്ട് സോൾഡർ ചെയ്ത് ഒന്നില്ലെങ്കിൽ ആ പിന്ന് കേടാവും, അല്ലെങ്കിൽ ആ സ്വിച്ച് മൊത്തത്തിൽ പോകും. അപ്പോൾ ഇങ്ങനെയുള്ള പലവിധ പ്രശ്നങ്ങൾ കൂടിയാണ് നമ്മൾ മുന്നോട്ട് പോവുക. അപ്പോൾ ഒരു ബിഗിനറെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഒരു ടെക്നീഷ്യനെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഈ ഒരു ബുദ്ധിമുട്ട് ആക്ച്വലി ശരിക്കും നല്ല രീതിയിൽ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ നമ്മളൊക്കെ പലപ്പോഴും അത് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എന്താ പറയുക, നമുക്ക് ആ RC സോക്കറ്റിൻ്റെ അവിടെ നിന്ന് വയർ വലിച്ചു പോകുന്നത് ഇപ്പോൾ 5.1 ഇൻപുട്ട് വേറെ, അതായത് DVD ഇൻപുട്ട് വേറെ, ഓക്സ് ഇൻപുട്ട് വേറെ, ഇത് നമ്മൾ സെപ്പറേറ്റ് വയർ വലിച്ചു പോകുന്നത് നമ്മൾ ഈ സ്വിച്ചിലേക്ക് കൊടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയാൻ വെച്ച് കഴിഞ്ഞാൽ, ഒന്നുമില്ലെങ്കിൽ ആ സ്വിച്ച് പ്രോപ്പറായിട്ട് കുറച്ച് കളയുമ്പോഴത്തേക്കും വർക്ക് ചെയ്യില്ല. കാരണം നല്ല രീതിയിലുള്ള ഹീറ്റ് ഓരോ ലെഗിലും ഇത് സോൾഡർ ചെയ്യുന്ന സമയത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇൻറ്റേർണൽ ആയിട്ടുള്ള അതിൻ്റെ ചെറിയ രീതിയിലുള്ള അലൈൻമെൻറ്റിൽ മാറ്റം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആ കോൺടാക്റ്റ് കിട്ടാത്ത അവസ്ഥയ്ക്ക് ഫ്യൂച്ചറിൽ വരാം, ഡസ്റ്റ് കയറാം. അതുപോലെ തന്നെ കുറച്ച് എന്താ പറയുക, അതിൻ്റെ ആ സ്വിച്ച് പിടിപ്പിക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ഫ്യൂച്ചറിൽ നമ്മൾ അതിനെ മാറ്റി പുതിയൊരു ഇതിലേക്ക് മാറ്റുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത്തരം സിറ്റുവേഷൻസിലാണ് ആക്ച്വലി ഒരു 5.1 അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് സെലക്ടർ എന്ന് പറയുന്ന കാറ്റഗറി ബോർഡുകളുടെ ആവശ്യം. പലപ്പോഴും ഇത്തരം പ്രോബ്ലംസ് നമ്മൾ ഡിജിറ്റൽ രീതിയിൽ ചെയ്യുന്ന റിമോട്ട് കിറ്റ് യൂസ് ചെയ്ത് ചെയ്യുന്ന ആംപ്ലിഫയറുകൾക്ക് വേണ്ടി വരാറില്ല. പക്ഷേ ഇപ്പോൾ പല ആൾക്കാരും ഈ റിമോട്ട് കിറ്റ് യൂസ് ചെയ്യുന്ന ആംപ്ലിഫയറുകൾ ചില ആൾക്കാരും ഇഷ്ടപ്പെടാറില്ല. കാരണം അതിൻ്റെ എന്താ പറയുക, അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അതിൻ്റെ ടോൺ മോഡിഫൈ ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പരിധി കൂടുതൽ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണ് നമുക്കത് പല ആളുകൾക്കും ഇഷ്ടപ്പെടാത്തത്. അപ്പോൾ ഇതിൻ്റെ അത് നമുക്ക് ഒരു മാനുവൽ ആയിട്ടുള്ള കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഒരു യൂസറെ സംബന്ധിച്ച് അവരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ആ ടോൺ അത് ചെയ്യുന്ന രീതിയിൽ നല്ല രീതിയിലുള്ള ടോൺ കൺട്രോൾസും അതുപോലെ തന്നെ മറ്റുള്ള സറൗണ്ടിങ് ബോർഡ്സും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനുള്ള പ്രൊവിഷൻ, ശരിക്കും ഫ്രീഡം അവിടെയുണ്ട്. അപ്പോൾ ആ ഒരു ഫ്രീഡം കിട്ടുന്നതിനൊപ്പം തന്നെ ശരിക്കും അത്രയും ബുദ്ധിമുട്ടും ഒരു ടെക്നീഷ്യനെ സംബന്ധിച്ചുണ്ടാവും. അപ്പോൾ അത്തരം ഒരു സിറ്റുവേഷനിലാണ് നമുക്കൊരു ഇൻപുട്ട് സെലക്ടർ, ഒരു സോഴ്സ് സെലക്ടർ എന്ന് പറയാവുന്ന കുറച്ചൊരു എന്താ പറയുക, കുറച്ചുകൂടി ഒരു ഡിജിറ്റൽ രീതിയിൽ സെലക്ട് ചെയ്തെടുക്കാവുന്ന ഒരു സെലക്ടറിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെ വരണേ. അപ്പോൾ ഒരു യൂസറെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ആംപ്ലിഫയറിൻ്റെ ഓണറെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആംപ്ലിഫയർ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നല്ല ന്യൂ ലുക്കിൽ ഇത് ചെയ്യുക. രണ്ടാമത്തത് ആ ഇൻപുട്ട് സെലക്ഷൻ സ്വിച്ചുകളുടെ കംപ്ലൈൻറ്റുകൾ കുറയ്ക്കുക. അഡീഷണൽ ബട്ടൺസ്, ഇപ്പോൾ നമ്മളൊരു സാധാരണ ഒരു 5.1 ഒക്കെ ചെയ്യുന്ന സമയത്ത് 3 സെലക്ടർ സ്വിച്ചിൻ്റെ കോമ്പിനേഷനുള്ള സ്വിച്ചസ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ അതിനൊക്കെ ഒരു സിംഗിൾ പോയിന്റ് രീതിയിൽ നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉള്ള ഒരു സർക്യൂട്ട് നമ്മളെ പരിചയപ്പെടുത്തുക, അല്ലെങ്കിൽ ഒരു ബോർഡ് നമ്മളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് എങ്ങനെയാണെന്നുള്ള ഇതിലേക്ക് വരാം. അപ്പോൾ ഇത് ശരിക്കും ഈ ഒരു സർക്യൂട്ട് ആക്ച്വലി പല കമ്പനികളുണ്ട്, പല കമ്പനികൾ വരുന്നുണ്ടെങ്കിൽ പോലും ഇതിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളൊരു ഇതാണ്. കമ്പനി പഴയ കമ്പനിയാണ്, പക്ഷേ അവരുടെ പുതിയൊരു മൊഡ്യൂളാണത്. യൂണിവേഴ്സൽ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ്. അവർ തൃശ്ശൂർ ബേസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ പോലും അക്രോസ് ഇന്ത്യ, എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യ, എന്തായാലും സൗത്ത് ഇന്ത്യ മൊത്തം അവർക്ക് റീച്ച് ഉണ്ട്, കേരളം മൊത്തം അവർക്ക് റീച്ച് ഉണ്ട്. പല ആൾക്കാരും എനിക്ക് തോന്നുന്നു എടുത്ത് ആമസോൺ പോലെയുള്ള അതുവഴി, ഫ്ലിപ്കാർട്ട് വഴികളൊക്കെ എടുത്ത് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു പുതിയ പ്രൊഡക്റ്റാണ് ഇത് വരുന്നത്. ഇങ്ങനത്തെ ഒരു പാക്കിങ്ങിലാണ് ഇത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പല കടകളിലും ഇപ്പോൾ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഒരു ആംപ്ലിഫയറിൻ്റെ വർക്കിന് വേണ്ടി നമ്മൾ വാങ്ങി ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് തോന്നിയത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ വരുന്നത് ആക്ച്വലി ഇങ്ങനത്തെ ഒരു പ്ലാസ്റ്റിക് പാക്കിങ്ങിലാണ്. നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയായിരുന്നു നമ്മളുടെ ഇതിൻ്റെ പർപ്പസ്. നമ്മൾ ഈ പാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യമായിട്ട് കാണുന്നത് നമുക്ക് ഇതിൻ്റെ നല്ല രീതിയിലുള്ള RMC കണക്ടേഴ്സ് ഫിക്സ് ചെയ്തിട്ടുള്ള കേബിളുകളാണ്.
കാരണം നമുക്കറിയാം ഇത് ചെയ്യുന്ന സമയത്ത് എന്തായാലും ഇങ്ങനെയുള്ള കേബിളുകളുടെ ആവശ്യം വരും. പക്ഷേ നമ്മൾ അഡീഷണൽ വയറുകൾ സോൾഡർ ചെയ്ത് കൊടുക്കുന്നതിന് പകരം സോൾഡറിങ് ഒഴിവാക്കി ഈ കേബിളുകൾ വഴി കൊടുക്കുമ്പോൾ കുറേ ഇവിടെ നോയ്സും ബാക്കിയുള്ള കാര്യങ്ങളും, പിന്നെ മാത്രമല്ല പെട്ടെന്ന് ഡിറ്റാച്ച് ചെയ്യാനും പുതിയൊരു ബോർഡ് മാറ്റേണ്ടി വന്നാൽ നമുക്ക് മാറ്റാനൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഒരുവിധം നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വയറുകളാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അഡീഷണൽ ആയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണുന്നത് ഒരു ഡിസ്പ്ലേയുടെ ബോർഡാണ്. ഡിസ്പ്ലേ നമുക്ക് സാധാരണ പല സെലക്ടർ സ്വിച്ചുകളിൽ കണ്ടിട്ടുള്ളതും LED സഹായത്താൽ ഡിസ്പ്ലേ വരുന്ന രീതിയിൽ കണ്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ ഓരോ ഇത് സെലക്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് അതിൻ്റെ പേരിൽ ഇതിലുള്ള LED കത്തിരിക്കുന്നത്. അതിന് പകരം എക്സ്ക്ലൂസീവായിട്ടൊരു ഡിസ്പ്ലേ ബോർഡ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ USB പാനലിലൊക്കെ വരുന്ന ടൈപ്പ് ഒരു ഡിസ്പ്ലേ ആണ്. കുറച്ചുകൂടെ വലിപ്പമുള്ള ടൈപ്പ് ഡിസ്പ്ലേ ആണ്. അപ്പോൾ അതിലേക്ക് കണക്ട് ചെയ്യാനുള്ള കോഡ് വയറുകളും കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ RMC കണക്ടറോടുകൂടി കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. പിന്നെ നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു യൂസർ മാനുവലാണ്, അല്ലെങ്കിൽ ഒരു യൂസർ ഗൈഡ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. ഇതിൻ്റെ അകത്ത് ക്ലിയർ ആയിട്ട് ഈ വക കാര്യങ്ങളെല്ലാം നമ്മളിത് ഏതൊരാൾക്കും കുറച്ചൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇത് യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് സാധാരണഗതിയിൽ ഒരു എന്താ പറയുക, നമുക്കൊരു ഒരു സെലക്ടർ മാത്രമല്ല, ഒരു സെലക്ടറായിട്ട് മാത്രം യൂസ് ചെയ്യുക എന്നുള്ളൊരു പർപ്പസിലല്ല ഈ ഒരു സംഗതി എടുത്തിട്ടുള്ളത്. നമ്മുടെ കുറച്ച് അധികം കാര്യങ്ങൾക്ക് ഇത് നമുക്ക് ഉപകാരമാവുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത് ഈ ഒരു ബോർഡ് നമ്മുടെ കയ്യിലെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. ബേസിക്കലി ഓവറോൾ അപ്പിയറൻസ് ഈ ബോർഡ് നല്ല ക്വാളിറ്റിയിൽ ചെയ്തിട്ടുള്ളതാണ്. നല്ല രീതിയിലുള്ള ഗ്ലാസ് എപ്പോക്സി ബോർഡാണ്, PCB ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് സോൾഡറിങ് കാര്യങ്ങളെല്ലാം നല്ല രീതിയിലുള്ള ഇതിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള കപ്പാസിറ്റേഴ്സും മറ്റുള്ള കമ്പോണൻസ് ഒക്കെ ഒരുമാതിരി ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും ഞാൻ നേരത്തെ ഇതിൻ്റെ ബ്രാൻഡ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. യൂണിവേഴ്സൽ എന്നുള്ള ബ്രാൻഡിൻ്റെയാണ്, തൃശ്ശൂരാണ് അവരുടെ ആസ്ഥാനം. പിന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള RMC കണക്ടേഴ്സ് ഒക്കെ ആണെങ്കിലും ഒരുമാതിരി നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലാണ് അവർ ചെയ്തിട്ടുള്ളത്. പിന്നെ പ്രധാനമായിട്ടും ഇതിൻ്റെ അകത്ത് 2 IC ആണ് വന്നിട്ടുള്ള. ഒരു BT സീരീസിലുള്ള IC ഉണ്ട്. ഇതാണ് ഇതിൻ്റെ ആക്ച്വലി ഇൻപുട്ട് സെലക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഒരു IC ആക്ച്വലി അവർ ഹൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്കിതിൻ്റെ എന്തെങ്കിലും പാർട്ട് റീപ്ലേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അത് ഈസി ആയിട്ട് റീപ്ലേസ് ചെയ്യാവുന്ന രീതിയിലാണ്. കാരണം ഈ ICയുടെ മൗണ്ട് യൂസ് ചെയ്തിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. IC ബേസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം വന്നു, നമുക്ക് പെട്ടെന്ന് മാറ്റേണ്ടി വന്നു കഴിഞ്ഞാൽ യൂണിവേഴ്സലിനെ കോൺടാക്ട് ചെയ്ത് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കാണെങ്കിലും ഒരു വിത്തൗട്ട് സോൾഡറിങ് നമുക്കിത് മാറ്റാൻ പറ്റും. ഇത് പക്ഷേ SMD ടൈപ്പ് IC ആണ്. അതും അവരുടെ സപ്പോർട്ടോടെ നമുക്ക് വേണ്ടി വന്നാൽ മാറ്റാം. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള കെൽട്രോണിൻ്റെയും ക്യാപ്സിൻ്റെ ഒക്കെ കപ്പാസിറ്റേഴ്സാണ് നമ്മൾ ഈ ഒരു ബോർഡിൽ കാണാൻ കഴിയുന്നത്. പിന്നെ 2 റെഗുലേറ്റേഴ്സ് നമ്മളിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇൻപുട്ട് സപ്ലൈ എന്ന് പറയുന്നത് 12 വോൾട്ടാണ്. 12 വോൾട്ട് സപ്ലൈ ആണ് നമുക്ക് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് സെപ്പറേറ്റ് ഒരു USB-ക്ക് ഒരു റെഗുലേറ്ററോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു ബോർഡ് യൂസ് ചെയ്യുമ്പോൾ ആവശ്യം വരുന്നില്ല. ഈ ബോർഡിൽ തന്നെ ബിൽട്ടിനായിട്ട് USB-ക്കുള്ള പവർ സപ്ലൈ 5 വോൾട്ട് ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു സെപ്പറേറ്റ് റെഗുലേറ്ററിൻ്റെ ആവശ്യമോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇവിടെ നമ്മൾ 12 വോൾട്ട് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിലും ഓൾറെഡി ഒരു റെഗുലേറ്റർ ഉണ്ട്. അപ്പോൾ അത്യാവശ്യം ഒരു ബക്ക് വഴി നമ്മൾ ഒന്നുകൂടെ റെഗുലേറ്റ് ചെയ്ത് ഒരു 2 ആമ്പിയറൊക്കെ വരുന്നൊരു സപ്ലൈ കൊടുത്താൽ കുറച്ചുകൂടെ നല്ലതാണ്. കാരണം USB-യുടെ ഒക്കെ സപ്ലൈ ചെയ്യുന്നതാണ് പോകുന്നത്. അപ്പോൾ ആ USB-ക്ക് കറക്റ്റായിട്ടുള്ള ഒരു ആമ്പിയർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു നമ്മളൊരു ഇത്തിരി ഒരു ആമ്പിയറുള്ളൊരു സപ്ലൈ കൊടുക്കുകയായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് പ്രധാനമായിട്ടും വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇൻപുട്ടുകളാണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു RMC കണക്ടർ കാണാം. അതിലൊരു 5.1 ഇൻപുട്ട് നമുക്ക് കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതേപോലെ തന്നെ നമുക്ക് ഒരു ഓക്സ് ലൈൻസ് കൊടുക്കാനുള്ള ഒരു ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ നമുക്ക് USB-യുടെ ഇൻപുട്ട് കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഇൻപുട്ടുകളാണ് നമുക്ക് ഇവിടുന്ന് കൊടുക്കാനുള്ളത്. ഇത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് ഈ ഒരു ലൈനിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. 5 ചാനൽ ഔട്ട്പുട്ട് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ വേറൊരു പ്രശ്നം, ഒരു ആംപ്ലിഫയർ നമ്മൾ ചെയ്യുമ്പോൾ ഉള്ളത് നിങ്ങൾക്കറിയാം, നമ്മൾ ഫാൻ യൂസ് ചെയ്യാറുണ്ട്. ഫാനിന് നോയ്സ് കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് പവർ സപ്ലൈ ചെയ്യാറുണ്ട്. അതുപോലെ തെർമൽ സെൻസേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടി സെപ്പറേറ്റ് ഒരു ബോർഡാണ് പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യാറ്. ഇതിവിടെ ഇതിനും കൂടെ ഇവിടെ ഒരു സൊല്യൂഷൻ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷനിൽ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഫാൻ പ്ലസ് ഫാൻ മൈനസ് എന്നുള്ളൊരു ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഫാൻ കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ നമുക്കിവിടെ ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഡിസ്പ്ലേയിലേക്കുള്ള കണക്ഷൻ ഇവിടെ തന്നെ നമുക്കൊരു സെൻസർ എന്ന് പറഞ്ഞൊരു ഇത് കാണാം. ഈ സെൻസറിൻ്റെ പ്രൊവിഷനും ഒരു സ്വിച്ചിൻ്റെ കണക്ഷനും ഈ ഒരു ഭാഗത്ത് നമുക്ക് കൊടുത്തിട്ടുണ്ട് അവർ. ഇത് ആക്ച്വലി എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് സെലക്ഷന് വേണ്ടിയിട്ട് നമ്മളൊരു DP സ്വിച്ചാണ്, പുഷ് ടൈപ്പ് DP സ്വിച്ചാണ് ആക്ച്വലി
സിമ്പിൾ സ്വിച്ചാണ് യൂസ് ചെയ്യേണ്ടി വരിക. 10 സ്വിച്ചിലേക്കുള്ള ഒരു കണക്ഷനാണ് ആക്ച്വലി ഇവിടെ അവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ വയറുണ്ട്. ആ വയർ ജസ്റ്റ് RMC കണക്ടറിൽ പിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ ഒരു സ്വിച്ചിൻ്റെ മോഡ്യൂളിലേക്ക് നമുക്ക് പിൻ ചെയ്യാൻ പറ്റും. അടുത്ത ഇത് വരുന്നത് ഫാനിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഫാനിൻ്റെ കണക്ഷൻ കൂടിയിട്ടുണ്ടെങ്കിൽ പോലും ആ ഫാനിനൊരു തെർമിസ്റ്റർ നമ്മളിവിടെ ആഡ് ചെയ്യണം. തെർമിസ്റ്ററിൽ ഒരു വയറിൻ്റെ സഹായത്താൽ തെർമിസ്റ്റർ ആക്ച്വലി ഒരു ഹീറ്റ് സിങ്കിൽ മൗണ്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഫാനിൻ്റെ കൺട്രോൾ പ്രോപ്പറായിട്ട് നമുക്കിതിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഡെഫിനറ്റ്ലി ആ ഡിസ്പ്ലേയുടെ കണക്ഷൻസും ബാക്കിയുള്ള കാര്യങ്ങളും. അപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ ഓവറോൾ നമ്മൾ ഇതിൻ്റെ ടെസ്റ്റിംഗ് വീഡിയോ ആക്ച്വലി നമ്മൾ ഇടുന്നുണ്ട്. പക്ഷെ ഓവറോൾ ഒരു അപ്പിയറൻസും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിലും ഇവർ കൊടുത്തിട്ടുള്ള സൊല്യൂഷൻസ് നമ്മുടെ ഒരുവിധം ഒരു ആംപ്ലിഫയറുകൾ മാനുവൽ ടൈപ്പ് ആംപ്ലിഫയേഴ്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജോലിയുടെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ദൂരീകരിക്കാവുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബോർഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതാണ് നമ്മുടെ വിശ്വാസം. നമ്മളിത് നോക്കിയിട്ട് അതിൻ്റെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും കണ്ടിട്ടില്ല. നല്ല രീതിയിലുള്ള അപ്പിയറൻസും വളരെ ഒതുക്കത്തിൽ ചെയ്തിട്ടുള്ള ഒരു ബോർഡാണ്. അധികം സ്ഥലം മെനക്കെടുത്തില്ല. ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് മൗണ്ട് ചെയ്യാം. 4 സ്ക്രൂ ഹോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെർട്ടിക്കലായിട്ടോ ഹൊറിസോണ്ടലായിട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും മൗണ്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അധികം സ്പേസ് എടുക്കാത്ത രീതിയിൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ നോയ്സ്ലെസ് ആയിട്ട് യൂസ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഇതിനകത്തുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും ഒരിക്കൽ കൂടി നമ്മൾ അഭ്യർത്ഥിക്കുന്നു, നിങ്ങളുടെ പ്രോത്സാഹനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഈ ബോർഡിൻ്റെ വിശേഷങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ്. പല ഇലക്ട്രോണിക് ഷോപ്പുകളിൽ ഇപ്പോൾ ഇത് കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം 600 രൂപ 650 രൂപ റേഞ്ചിലാണ് ഏകദേശം വരുന്നത്. അപ്പോൾ ഇത്തരം ബോർഡുകൾ നമുക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനലായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളത് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ബോർഡിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യാതൊരു കോംപ്രമൈസും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി അസംബ്ലി.